നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നൊക്കെ തീരുമാനമായി കഴിഞ്ഞു. പക്ഷേ കഴിഞ്ഞ ദിവസം നടന്നൊരു ഉത്തരേന്ത്യയിൽ നടന്ന നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലം അത് ആരും അറിഞ്ഞില്ല. ഒരു മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തില്ല. കാരണം എല്ലാവരും 3-1 ആര് അതിന്റെ പിന്നിൽ. പക്ഷേ യഥാർത്ഥത്തിൽ അതെ, പക്ഷെ രാജ്യത്തിൽ നടക്കുന്ന ചില സംഭവ വികാസങ്ങൾ, പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ അല്ലെങ്കിൽ BJPക്ക് നിലവിൽ തന്നെ 17 മുഖ്യമന്ത്രിമാരായി. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഇതിലേക്ക് പോകാൻ ഇനി കുറച്ച് നാൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഈ അടുത്തിടെ അധികാരമേറ്റ 2024 അധികാരമേറ്റ ഹരിയാനയിൽ, അതായത് നമ്മുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ്, നായബ് സിംഗ് സാനിയുടെ നേതൃത്വത്തിൽ നായബ് സിംഗ് സാനി ഇപ്പോഴും അവിടെ വ്യക്തമായൊരു BJP അപ്പർ ഹാൻഡ് ഹരിയാനയിൽ നിലനിൽക്കുന്നുണ്ട് എന്ന് കോൺഗ്രസ് തകർന്ന് തരിപ്പണമായൊരു തദ്ദേശ തെരഞ്ഞെടുപ്പ്. അതായത് മൂന്ന് പ്രധാന നഗരസഭകളും ഹരിയാനയിലെ പ്രധാനമായ അംബാല, പഞ്ച്കുച്ച്, സോനിപത്ത് ഈ 7 നടന്ന തെരഞ്ഞെടുപ്പിൽ 6 BJPക്ക് വ്യക്തമായ ഭൂരിപക്ഷം, മെജോറിറ്റി. മറ്റേ ഒന്നിന്റെ റിസൾട്ടിൽ ചില അവ്യക്തതകളുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഇനി വരേണ്ടിയിട്ടില്ല. ഇലക്ഷൻ കമ്മീഷൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ അതായത് ഞാൻ പറയാം, നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ റിസൾട്ട് വന്നിരിക്കുന്നത് അംബാല, അവിടെ BJP 16, കോൺഗ്രസ് 3. അതുപോലെ പഞ്ചകുല BJP 17, കോൺഗ്രസ് 1. സോനിപത്ത് BJP 17, കോൺഗ്രസ് 5. ഉക്ലാന BJP 8, കോൺഗ്രസ് 0. റിവാറി BJP 20, കോൺഗ്രസ് 0. ഇങ്ങനെയാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരങ്ങൾ. ഇതിലിനി അപ്ഡേഷൻസ്, ഇത് ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ അന്തിമ റിസൾട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അവിടെ വലിയ തകർച്ച നേരിടുന്നു എന്ന് തന്നെയാണ് ടൈംസ് ഓഫ് ഇന്ത്യയും മറ്റും പറയുന്നതനുസരിച്ചാണെങ്കിൽ. ഈ 7, അതായത് പ്രധാനപ്പെട്ട 6 ജില്ലകളിലായിട്ട് നടന്ന 6 ജില്ലകളിലെ 7 മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പാണ്. അതിലാണ് ഈ 7 കീ പോസ്റ്റുകളിൽ 6 BJP ജയിച്ചിരിക്കുന്നത്. പിന്നെ ഈ മേയർമാരായിട്ട് അംബാല, പഞ്ചകുല, സോനിപത്ത് ഇത്രയും സ്ഥലത്ത് വ്യക്തമായിട്ട് മേയർമാരെ കിട്ടിക്കഴിഞ്ഞു BJPക്ക്. മറ്റ് സ്ഥലങ്ങളിലെ റിസൾട്ടുകൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഈ പറഞ്ഞതുപോലെ നായബ് സിംഗ് സാനിയുടെ ഭരണത്തിന് കിട്ടിയിരിക്കുന്ന അംഗീകാരമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ പൊതുവെ വിലയിരുത്തുന്നത്. 2 വർഷമാകുന്നില്ല. അതെ. അതായത് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഈ 2 വർഷത്തെ ഹരിയാന സംസ്ഥാന സർക്കാരിൻ്റെ ഭരണത്തിന് കൊടുത്ത ഒരു മാർക്ക് ആണ്, മാർക്കായിരിക്കും. അതെ. ആണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ആ സർക്കാരിനിടുന്ന മാർക്കായിരിക്കും എന്ന് അവർ വിലയിരുത്തിയിരുന്നു. അത് ഏതാണ്ട് ഇവിടെ കൃത്യമായിട്ട് സർക്കാരിന് അനുകൂലമായ തരത്തിലാണ് ജനവിധി വന്നിരിക്കുന്നത്. BJPക്ക് വളരെ കംഫർട്ടബിളായ ഒരു വിജയം ഹരിയാനയിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭൂപീന്ദർ ഹൂഡയുടെ കോൺഗ്രസ് ഒക്കെ അവരെ സഹായിക്കാനായിട്ട് ദേശീയ കോൺഗ്രസ് ഹൈക്കമാൻഡ് ചെന്നില്ല. അതായത് ഇപ്പൊ കിട്ടുന്ന വിവരം അനുസരിച്ച് അംബാല, പഞ്ചകുല, സോനിപത്ത് ഈ 3 മുനിസിപ്പൽ കോർപ്പറേഷനിലെ 90% സീറ്റുകളും BJP നേടിക്കഴിഞ്ഞതായിട്ടാണ് ഇതുവരെയുള്ള വിവരങ്ങൾ. നമുക്ക് പൂർണ്ണമായ വിവരങ്ങൾ അപ്ഡേറ്റായി വരുന്നതേ ഉള്ളൂ. മൊത്തത്തിൽ ഉള്ള വിവരങ്ങൾ ഇനിയും വരാനുണ്ട്. ഓരോരുത്തരുടെ എത്ര വോട്ട് ഭൂരിപക്ഷം കിട്ടി എന്നൊക്കെയുള്ളത് കൃത്യമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. ഈ സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരം. പ്രത്യേകിച്ച് ഞാനീ പറഞ്ഞത്, ഹൈക്കമാൻഡിന് സമയം കിട്ടിയില്ല അങ്ങോട്ടും ശ്രദ്ധിക്കാനായിട്ട്, കോൺഗ്രസ് ഹൈക്കമാൻഡിന്. അതെ. അവരിവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള എല്ലാ കണ്ണുകളും കൈയും മെയ്യും ഒക്കെ കേരളത്തിലായിരുന്നു. അപ്പം കേരളത്തിലെ എങ്ങനെ തിരഞ്ഞെടുപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് വളരെ കൂലങ്കഷമായി ആലോചിച്ച ഹൈക്കമാൻഡും കോൺഗ്രസും അങ്ങനെ വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോൾ 10 ദിവസം എടുത്തു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാകണമെന്ന് ഒന്ന് തീരുമാനിക്കാൻ. അതിനും അവസാന ലാപ്പിലാണ് ആ തീരുമാനം വന്നത്. അപ്പോഴേക്കും ഉത്തരേന്ത്യൻ സംസ്ഥാനത്തിലെ ഈ ഹരിയാന എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന് ഒന്ന് കാലത്ത് കോൺഗ്രസിന് വലിയ ശക്തി ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റാണ്. പക്ഷേ 2014 നരേന്ദ്രമോദി വന്നതിന് ശേഷം
അവർക്ക് ഹരിയാനയിൽ കോൺഗ്രസ്സിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. ബി ജെ പിയുടെ തുടർ ഭരണം, അതായത് 2015 ബി ജെ പി അവിടെ 2014 അവസാനമോ 15 ആദ്യമോ തിരഞ്ഞെടുപ്പ് നടന്നാണ്, അവിടെ വിജയിച്ചു. അതിനുശേഷം പിന്നീട് നടന്ന തിരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ഇപ്പോഴിതാ 2024-25 ആ സമയത്ത് നടന്ന തിരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് കംഫർട്ടബിളായ മെജോറിറ്റി കിട്ടി ഭരിക്കാൻ വന്നിരിക്കുന്നു. തുടർ ഭരണം ബി ജെ പിക്ക് സാധ്യമായിരിക്കുന്നു. അങ്ങനെയുള്ളൊരു സംസ്ഥാനമാണ് ഈ ഹരിയാന. അവിടെ ഒരുപാട് ഈ ഹരിയാനയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഹരിയാന പണ്ട് പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്നു. ആ പഞ്ചാബ് സ്റ്റേറ്റിൻ്റെ ഭാഗമായിരുന്ന ഹരിയാനയാണ് പഞ്ചാബ് മുറിച്ചിട്ട് 2 സ്റ്റേറ്റാക്കി ഹരിയാനയും ഇതും. അപ്പോൾ ഈ ഹരിയാനയിലൊരു പ്രത്യേകതയുള്ളത്, ആര്യസമാജത്തിന് വലിയ സ്വാധീനമുള്ളൊരു സ്ഥലമാണ് ഹരിയാന. ആര്യസമാജത്തിൻ്റെ ധാരാളം പ്രവർത്തകരും അതിൻ്റെ ഫോളോവേഴ്സും ഒക്കെയുള്ള മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഒരു കാലത്ത് അദ്ദേഹത്തിന് ശക്തമായ, അതായത് ഞാൻ പറയുന്നത് 1800കളുടെ കഥയാണ്. 1883 അദ്ദേഹം ശരീരം വെടിയുന്നത്. അപ്പം അതിനു മുമ്പ് ഈ ഹരിയാന, രാജസ്ഥാൻ അങ്ങനെയൊക്കെയുള്ള ഈ ഇപ്പോഴും നമ്മുടെ പാകിസ്ഥാനിൽ പെട്ടുപോയ ലാഹോർ, കറാച്ചി അങ്ങനെയൊക്കെയുള്ള പ്രദേശത്ത് അദ്ദേഹത്തിന് വലിയ ശക്തമായ പ്രവർത്തനം ആര്യസമാജത്തിനുണ്ടായിരുന്നു. ഈ വിഭജനം കൊണ്ടുണ്ടായ ഒരു ദുരന്തം, ആര്യസമാജം അവിടെ പരിപൂർണമായിട്ടും അപ്പുറത്തെ പാകിസ്ഥാനിലായിപ്പോയല്ലോ, അവിടെ അത് തകർന്നു പോയി. പിന്നെ ഈ അന്ന് കറാച്ചിയിലും ഈ പറഞ്ഞതുപോലെ ലാഹോറിലുമൊക്കെ ഉണ്ടായിരുന്ന പല ആര്യസമാജത്തിൻ്റെ ഗുരുകുലങ്ങളും അവരുടെ പല ഓഫീസുകളും എല്ലാം പിന്നീട് ഇങ്ങ് പഞ്ചാബിലും ഹരിയാനയിലും രാജസ്ഥാനിലും ഒക്കെ കൊണ്ടുവന്ന് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. അപ്പോൾ വിഭജനം കൊണ്ട് തകർന്നു പോയ ഇന്ത്യയിലെ ഒരു പഴയ ഒരു സമര സംഘടന കൂടിയാണ്. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയൊരു സംഘടനയാണ്. ഹിന്ദു നവോത്ഥാനത്തിന് വേണ്ടി വലിയ സംഭാവനകൾ നൽകിയ സംഘടനയാണ്. ആ സംഘടനയുടെ ഒരു വലിയ പ്രവർത്തന കേന്ദ്രം കൂടിയാണ് ഈ ഹരിയാന. അപ്പോൾ അത് അവരുടെ അകമഴിഞ്ഞ പിന്തുണ ബി ജെ പിക്ക് കിട്ടി എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. അവരങ്ങനെ രാഷ്ട്രീയത്തിൽ നേരിട്ട് പ്രവർത്തിക്കുന്നവരല്ല, വോട്ടൊക്കെ ചെയ്യും, പക്ഷേ അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ പിന്തുണച്ച് വരുന്നവരല്ല. പക്ഷേ ഇപ്പോൾ അവർ നരേന്ദ്രമോദിക്കും ബി ജെ പിക്കും അതിശക്തമായ പിന്തുണ കൊടുക്കുന്നു എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം സൂചിപ്പിക്കുന്നത്. എന്തായാലും ഈ പറഞ്ഞ നമ്മുടെ കൗ ബെൽറ്റ് അവിടെ നിന്നാണ് തുടങ്ങുന്നത്, ആ പശു ബെൽറ്റ്, അത് വളരെ കൃത്യമായിട്ട് ബി ജെ പി സമ്പൂർണ്ണമായിട്ടും കൈയടക്കിയിരിക്കുന്നു. ഈ ഹരിയാനയിലെ വിജയം പഞ്ചാബിലേക്കാണ് ഇനി സംക്രമിപ്പിക്കാൻ ബി ജെ പി ആഗ്രഹിക്കുന്നതും. ഹരിയാനയിൽ നിന്നും ഡൽഹിയിലേക്ക് ജയിച്ചു കയറി. ഹരിയാനയും ഈ ഡൽഹി എന്ന് പറയുന്നത് ഹരിയാനയ്ക്കും യു പിക്കും രാജസ്ഥാനിനും ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ചെറിയ പ്രദേശമാണ്. ഈ ഹരിയാനയിൽ നിന്ന് ഇനി വളരെ പെട്ടെന്ന് പഞ്ചാബിലേക്ക് പടരാനാണ് ബി ജെ പി താല്പര്യപ്പെടുന്നതും ബി ജെ പി ആഗ്രഹിക്കുന്നത്. അപ്പുറത്ത് ജമ്മുവിൽ ബി ജെ പിക്ക് സ്വാധീനമുണ്ട്, ശ്രീനഗറിലില്ലെങ്കിലും ജമ്മുവിൽ നല്ല സ്വാധീനമുണ്ട്. ജമ്മുവിലെ മുഴുവൻ സീറ്റുകളും ബി ജെ പിയാണ് ജയിക്കുന്നത്, നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും. ഇവിടെ ഈ ജമ്മുവിനും ഹരിയാനയ്ക്കും ഇടയ്ക്ക് കിടക്കുന്ന ഒരു പ്രദേശമാണ് പഞ്ചാബ്. അപ്പോൾ ഇനി പഞ്ചാബാണ് ബി ജെ പിയുടെ അടുത്ത ലക്ഷ്യം. ഈ ഹരിയാനയിൽ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഹരിയാനയിലെ ഫരീദാബാദിലാണ് ഈ വൈറ്റ് കോളർ ടെററിസത്തിൻ്റെ ഉറവിടം, അവിടെയാണ്, അല്ല പ്രഭവ കേന്ദ്രം അതാണ്. അൽ ഫലാഹ് യൂണിവേഴ്സിറ്റിയുടെ കഥ നമുക്കറിയാം. എന്തായാലും ബി ജെ പി അവിടെ നല്ല വിജയം നേടിയിരിക്കുന്നു. കോൺഗ്രസ്സിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. ബി ജെ പിയെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ താഴെത്തട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴാണ് ഒരു പാർട്ടിയുടെ ശക്തിയും ദൗർബല്യവും നമുക്ക് മനസ്സിലാക്കുക. അവിടെ ഈ പറഞ്ഞതുപോലെ ഒരു ശക്തിഹീനമായ ഒരവസ്ഥയിലാണ് കോൺഗ്രസ്. താഴെത്തട്ടിൽ അവർക്ക് കേഡർമാരില്ല, നെറ്റ്വർക്കില്ല, പാർട്ടി മിഷണറി ഇല്ല. ഇതൊക്കെ കോൺഗ്രസ് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. നേതാക്കളെ മാത്രം ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിലാണ് കോൺഗ്രസ് ഇന്നുള്ളത്. അത് കോൺഗ്രസ്സിന് ഗുണം ചെയ്യില്ല, ഉത്തരേന്ത്യയിൽ പ്രത്യേകിച്ചും. അവിടെ ബി ജെ പി താഴെത്തട്ടിൽ വളരെ കൃത്യമായി ബൂത്ത് തലത്തിൽ വരെ അവർക്ക് പാർട്ടി മിഷണറി ഉണ്ട്, നെറ്റ്വർക്കുണ്ട്, കേഡർമാരുണ്ട്. അത് കൃത്യമായി ബി ജെ പി വളരെ എണ്ണയിട്ട യന്ത്രം പോലെ നല്ല അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഗുണം അവർക്കുണ്ടാകുന്നു. അല്ലാതെ വോട്ട് ചോരിയും EVM കുറ്റം പറഞ്ഞിട്ടും ഒന്നും കാര്യമില്ല. ബി ജെ പിയുടെ പണിയെടുക്കുന്നു, അവർക്കതിൻ്റെ ഫലമുണ്ടാകുന്നു. അത് ഈ താഴെത്തട്ടിലെ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമാണ്.
BJP കാര്യമായിട്ട് ഹരിയാനയിൽ അവിടെ വർക്ക് ചെയ്തതുകൊണ്ട് അവർക്ക് വിജയിക്കാനായി. മറിച്ച് കോൺഗ്രസ് BJPയുടെ വീഴ്ചകളും BJPയുടെ പ്രശ്നങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി ശക്തമായൊരു പ്രതിപക്ഷമായി രംഗത്ത് വരികയും താഴെത്തട്ടിൽ വളരെ കൃത്യമായി പ്രവർത്തിക്കുകയും ചെയ്ത കോൺഗ്രസിനും ഒരു സാധ്യതയുണ്ട്. ആ സാധ്യതയെ അവർ മുതലാക്കുന്നില്ല. അതാണ് കോൺഗ്രസ്സിന്. വെറും നേതാക്കളുടെ മാത്രം പച്ചയിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. കാലമൊക്കെ കഴിഞ്ഞു. ഇനി അത് എളുപ്പമല്ല. അത് ഹരിയാനയിലെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം, ഈ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പുകളുടെ ഫലം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്നു. അതവിടെ മാത്രമല്ല, നമ്മളത് പലയിടത്തും കണ്ടതാണ്. ഗുജറാത്തിലും UPയിലും ഒക്കെ നമ്മൾ കണ്ടതാണ്. താഴെത്തട്ടിൽ പാർട്ടിക്ക് മിഷണറി ഇല്ലെങ്കിൽ, ബൂത്ത് തലത്തിൽ കേഡർമാരില്ലെങ്കിൽ പാർട്ടി ഒരു കാരണവശാലും, അത് ഏത് പാർട്ടിയാണെങ്കിലും അവർ രക്ഷപ്പെടില്ല. അവർക്ക് തെരഞ്ഞെടുപ്പുകളിൽ കനത്ത തിരിച്ചടി ഇനിയുള്ള കാലത്ത് ലഭിക്കും. മറിച്ച് വളരെ കൃത്യമായി ഏറ്റവും താഴെത്തട്ടിൽ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു പ്രവർത്തിക്കുന്ന, ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ജനകീയ പാർട്ടികൾക്ക് വിജയമുണ്ടാകും എന്ന് ഈ ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് ഫലം ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.